എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2026 എങ്ങനെയാണ് എന്ന് നോക്കാം. Ten of Wands, Queen of Swords, Two of Cups, Justice, Three of Swords, Nine of Swords. ആദ്യം തന്നെ 10 of Wands and 3 of Swords എനർജി കണക്ഷൻസ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം ഒത്തിരിയധികം പല തരത്തിലുള്ള സംഘർഷങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ദൈവികം ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് വളരെയധികം അനിവാര്യമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഒത്തിരി മനസ്സംഘർഷങ്ങൾ കാണിക്കും. നിങ്ങളായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല, എന്നിരുന്നാലും ചെറിയ ചെറിയ മനസ്സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ അത് നിങ്ങൾ ഈ ഒരു മാസം പ്രത്യേകം ദേവിയെയാണ് ആരാധിക്കേണ്ടത്. ദുർഗാക്ഷേത്രം സന്ദർശിക്കാൻ അല്ലെങ്കിൽ ദുർഗാദേവിയെ ആരാധിക്കുന്നത് വളരെ നല്ലതാണ്. ദേവീക്ഷേത്രങ്ങൾ, പ്രത്യേകിച്ച് ദേവീക്ഷേത്രങ്ങൾ സന്ദർശിക്കുക. അതുപോലെ നിങ്ങളുടെ പരദേവത, അതുപോലെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗ്രാമദേവത, അതുപോലെ ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഉള്ള ദേവിയെ ആരാധിക്കുന്നത് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. കുടുംബം, നിങ്ങളെ മൊത്തത്തിൽ കുടുംബത്തെ സംരക്ഷിക്കുന്ന ഒരു സാഹചര്യം. ആത്മസംഘർഷങ്ങൾ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ മനസ്സിനെ നിങ്ങളെ അലട്ടുന്ന രീതിയിൽ കാര്യങ്ങളൊരു മുന്നോട്ടേക്ക് നീങ്ങുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ സമയമായിട്ടില്ല. അപ്പോൾ ഈ ഒരു മാസം ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ തീരുമാനിച്ച് വെച്ചിട്ടുണ്ടാവും ഈ മാസം ഇത് ചെയ്യാമെന്ന്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഈ മാസം നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടാവും, ഇന്ന സമയത്ത് റെഡി ആകുമെന്ന് പറഞ്ഞ കാര്യം റെഡി ആകുന്നുണ്ടാവില്ല. അപ്പോൾ ഒരു ഡിലേ ആണ്. അപ്പോൾ അത് മനസ്സിലാക്കുക, ഇതാണ് സംഭവം, അത് സ്വീകരിക്കുക, അതാണ് സത്യമെന്ന്, സത്യത്തെ സ്വീകരിക്കുക എന്ന് മാത്രമാണ് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ അത് ആലോചിച്ച് ടെൻഷൻ അടിച്ച് അക്ഷമരായിട്ട് സ്ട്രെസ്സ് നിങ്ങളെ ബാധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഒന്നെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ദൈവിക കാര്യങ്ങളിൽ ഏർപ്പെടുന്നത്, ആത്മീയ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നത് ഒരു തരത്തിൽ നിങ്ങളെ സഹായിക്കും. ഇങ്ങനെയുള്ള സംഘർഷങ്ങളിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണത്. അപ്പോൾ പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം പൊതുവേ ഒരു ചതി പറ്റാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഒഴിവാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ എല്ലാവരും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക എന്നുള്ളത് ഒന്ന്. പിന്നെ പണമിടപാടുകൾ, പ്രത്യേകിച്ച് ഏതൊരു സാഹചര്യമാണെങ്കിലും ഒരാളെ പെട്ടെന്ന് ഒരാളുടെ കയ്യിൽ പൈസ കൊടുത്തയക്കാതിരിക്കുക. ഒരു രേഖയും ഇല്ലാതെ, അല്ലെങ്കിൽ അത് ഈ പറയുന്ന വ്യക്തികളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ വിശ്വാസമുള്ള വ്യക്തിയായിരിക്കാം, എന്നിരുന്നാലും ആ ഒരു വ്യക്തി ചതിക്കുന്ന വ്യക്തി ആകണമെന്നൊന്നുമില്ല ചിലപ്പോൾ. പക്ഷേ ആരാണ് നിങ്ങളെ ചതിക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും കണ്ണടച്ച് അങ്ങനെ മറ്റൊരാൾ, നിങ്ങളല്ലാതെ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി, നിങ്ങൾ ഏറ്റവും വിശ്വസിക്കുന്ന ആ ഒരു ഫാമിലി, അല്ലെങ്കിൽ അതുപോലെ ഇതിൽ നിന്ന് ഉള്ള ആളുകളല്ലാതെ നിങ്ങൾ കണ്ണടച്ച് ആരെയും വിശ്വസിക്കാതിരിക്കുക എന്നുള്ളത് എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. പിന്നെ ഉത്തരവാദിത്തങ്ങൾ ഒത്തിരി വരുന്ന സമയമാണ്. നമ്മൾ പലതും ഒഴിവാക്കാൻ ശ്രമിച്ചാൽ പോലും ഉത്തരവാദിത്തങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നുണ്ട്. അപ്പോൾ ചില സാഹചര്യം അനുസരിച്ച് നിങ്ങൾക്ക് ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരുന്നത് കൊണ്ട് നിങ്ങളുടെ ചില കാര്യങ്ങൾ മാറ്റി വെക്കേണ്ടി വരുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ യാത്രകൾ മുടങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും യാത്രകൾ തീരുമാനിച്ച് വെച്ചതാവാം, പക്ഷേ ഫാമിലിയിൽ എന്തെങ്കിലും അർജൻറ്റ് സാഹചര്യം, പാരൻസ്, പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള പാരൻസ് ഉള്ളവരാണെങ്കിൽ, പാരൻസ് ദൂരദേശത്തോ അല്ലെങ്കിൽ പാരൻസ് സംബന്ധിക്കുന്ന അവരുടെ ആരോഗ്യ പ്രശ്നമോ അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്തോ ഒരു കാര്യമാണ്. അപ്പോൾ അതായത് അവരുമായിട്ട് ബന്ധപ്പെടുത്തി എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടാവുകയും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇറങ്ങി പുറപ്പെടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നേരത്തെ തീരുമാനിച്ചു വെച്ച യാത്രയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഒഴിവാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാകാം ഈ ഒരു മാസത്തിൽ സംഭവിക്കാം എന്നുള്ളത്. പിന്നെ ക്യൂൻ ഓഫ് സോർഡ്സ് ആൻഡ് ജസ്റ്റിസ് എനർജിയാണ്. അപ്പോൾ
മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിൽ പറയുകയാണെങ്കിൽ, അനാവശ്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുള്ള ഒരേ സമയം തന്നെ നഷ്ടങ്ങളും നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടുകയും ചെയ്യുന്ന ഒരു മാസം എന്ന് പറയാം. അത് വളരെ റെയർ ആയിട്ടുള്ളൊരു സമയമാണ്. കാരണം ഈ ഒരു മാസം ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ നഷ്ടങ്ങൾ സംഭവിച്ചേക്കാം. അതേസമയം ഇതിനു മുമ്പ് നിങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ചില കാര്യങ്ങൾ തിരിച്ചു ലഭിക്കാം. അതായത് ഇപ്പോൾ സ്വർണമോ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതാണെന്ന് വിചാരിച്ചതും ഇപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കാതെ വീട്ടിൽ തന്നെ ഉണ്ടാകാം. അപ്പോൾ അത് നിങ്ങൾ അതായത് വീട് വൃത്തിയാക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരിക്കലും വൃത്തിയാക്കാതെ കിടക്കുന്ന ചില ഒരു വർഷമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി നാളായിട്ട് ശ്രദ്ധിക്കാതെ എടുക്കുന്ന ഒരിടത്ത് ഒരു പക്ഷേ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള വസ്തു നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ സാഹചര്യം ജസ്റ്റിസ് എനർജിയാണ്. അതേപോലെ അപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങളറിയാതെ നിങ്ങളെ ചതിക്കുകയോ വഞ്ചിക്കുകയോ ഒത്തിരി ചതിയും വഞ്ചനകളും ഒക്കെ ഉള്ള ഒരു സമയം അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ ഉണ്ടാവാം. അതുപോലെ കഴിഞ്ഞ മാസങ്ങളിലോ അതിനു മുമ്പുള്ള സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ പറ്റിക്കുകയോ ചതിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്തിട്ടുള്ള ആളുകൾ അവരായിരുന്നു ഇത് ചെയ്തത് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടാവും. ഒരു പക്ഷേ അവർ മാപ്പ് പറയുന്നുണ്ടാവും. ചില സാഹചര്യത്തിൽ ആ നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ച കാര്യം നിങ്ങളിലേക്ക് തിരിച്ചെത്തുന്ന ഒരു സിറ്റുവേഷനും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു വ്യക്തിയുടെ കൂടെ നിന്ന ആൾ നിങ്ങളോട് തിരിച്ചു പറയുന്നത്. അപ്പോൾ കർമ്മങ്ങളും കർമ്മഫലങ്ങളും ഒക്കെ കൂടി ചേർന്ന് വളരെയധികം വ്യത്യസ്തമായിട്ടുള്ളൊരു മാസമാണ് ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ഈ സമയത്ത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നല്ല സമയമാണ്. വിദ്യാഭ്യാസ കാര്യങ്ങൾ ഒത്തിരി മുന്നേറുന്ന സമയമാണ്. വിദ്യാഭ്യാസപരമായിട്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സമയമാണ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് വളരെ പോസിറ്റീവായിട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഒത്തിരി മനോധൈര്യം നിങ്ങളിലുണ്ടാകുന്ന സമയമാണ്. എന്തൊരു കാര്യം വളരെ മനോധൈര്യത്തോടു കൂടിയിട്ട് ഏറ്റെടുത്ത് ചെയ്യുന്നത്. അതേപോലെ ക്യൂൻ ഓഫ് സോഡ്സ് ആൻഡ് 9 ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ മനസ്താപങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളിൽ അലട്ടുന്നത് അത് ഒന്ന് ശ്രദ്ധിക്കാൻ നേരത്തെ പറഞ്ഞിരുന്നു. അത് മൂലമുണ്ടാകുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവാം. ഇപ്പോൾ ഉറക്കമില്ലായ്മയോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ അത് ഒരു പരിധി വരെ നിങ്ങളുടെ ജീവിതത്തെ അലട്ടാതിരിക്കുന്നുണ്ട്. പിന്നെ ചില ആളുകൾക്കത് സീരിയസ് ആയിട്ടൊരു ലെവലിലേക്ക് പോകാം. എല്ലാവരിലും അല്ല. ചില ആളുകൾക്ക് ഈ ഇൻസോംനിയ ഉറക്കമില്ലായ്മ മൂലമുണ്ടാകുന്ന ചില മറ്റ് പ്രശ്നങ്ങളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് ഈ ഉറക്കമില്ലായ്മ. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന്. അതേപോലെ തന്നെ മറ്റാരോഗ്യ പ്രശ്നങ്ങൾ, ഇപ്പോൾ ഡിപ്രഷൻ ആ ഒരു രീതിയിലേക്ക് പോകാം. അപ്പോൾ ഇതൊരു സിറ്റുവേഷനായിട്ട് തന്നെ നെഗറ്റീവായിട്ട് കാണണ്ട എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ, പല മാറ്റങ്ങളും വരുത്തിയാൽ ഈ ഒരു മാസം എന്ന് പറയുന്നൊരു പുനർചിന്തനം നടത്തുന്ന സമയമാണ്. അപ്പോൾ നിങ്ങളുടെ ആരോഗ്യം, ലൈഫ് സ്റ്റൈൽ മാറ്റുന്നത്, ഈ ടെൻഷൻ അടിക്കുന്ന അതൊക്കെ കുറച്ച് മെഡിറ്റേഷൻ ചെയ്യുന്നു അല്ലെങ്കിൽ അതിലേക്കൊക്കെ കൂടുതൽ വരുന്നതൊക്കെ നിങ്ങളൊത്തിരി സഹായകരമാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 2 ഓഫ് കപ്സ് ആൻഡ് 3 ഓഫ് സോഡ്സ് എനർജി സ്ട്രോങ് മെസ്സേജാണ്. അപ്പോൾ വിവാഹബന്ധം വേർപെടുത്തിയിട്ടുള്ളത്, ഭാര്യ ഭർത്താവും മരിച്ചു പോയിട്ടുള്ളവർ, അവർക്കൊക്കെ പുനർവിവാഹം, അതായത് ഒരു പുനർജന്മം എന്നുള്ള രീതിയിൽ ഒരു പുതിയ ലൈഫ് കിട്ടുന്ന സമയമാണ്. അപ്പോൾ വിവാഹം, സെക്കൻഡ് മാരേജ് കാണിക്കുന്നുണ്ട്. ഐദർ ഡിവോഴ്സോ അല്ലെങ്കിൽ സ്പൗസ് മരിച്ചു പോയിട്ടുള്ളവരോ ഒക്കെ ആകാം. ഒരു സെക്കൻഡ് മാരേജ് സിറ്റുവേഷനാണ്. അപ്പോൾ ഈ ഒരു മാരേജ് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്ന ഒരു വിവാഹ ജീവിതം, അവസാനം വരെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു വിവാഹ ജീവിതം, അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കുന്ന, ഇപ്പോൾ ഒരു ഡിവോഴ്സ് വളരെ ഒരു നെഗറ്റീവായിട്ടുള്ള വിവാഹ ജീവിതത്തിൽ നിന്ന് പുറത്ത് കടന്നവരെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു സന്തോഷകരമായിട്ടുള്ളൊരു കുടുംബജീവിതം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം, ഇപ്പോൾ നിങ്ങൾ വിവാഹത്തോട് കൂടിയിട്ട് വിദ്യാഭ്യാസം നിന്ന് പോയിട്ടുള്ളവരാകാം. അപ്പോൾ അത് രണ്ടാമതൊരു വിവാഹവും, അത് ലൈഫിൽ നിങ്ങൾക്ക് പുതിയൊരു തുടക്കം എന്നുള്ള രീതിയിൽ വിവാഹശേഷം നിങ്ങൾ വീണ്ടും പഠിക്കാൻ തുടങ്ങുന്നു. അതായത് നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നതൊക്കെ നിങ്ങൾക്ക് ഒത്തിരി തൃപ്തി തരുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്.
പ്രായമായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകാവുന്നതാണ്. വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.